ഇന്നലെ എനിക്ക് 5000 ഉറുപ്പ്യ ലോട്ടറി അടിച്ചു. ഞാൻ ഓപ്പണോ ചെയ്തിട്ടാണ് ലോട്ടറി എടുക്കാൻ തന്നെ പോയത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അത് ചെയ്തു. അപ്പൊ എനിക്ക് 5000 ഉറുപ്പ്യ ലോട്ടറി കിട്ടാനുള്ള പെൻഡിങ് സാലറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച കിട്ടി. 6-7 മാസം. നമസ്കാരം. നമ്മളെ സൗജന്യ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോപ്നോ ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ ലോട്ടറിയെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അന്നേരം എൻ്റെ പേര് ശ്രീകുമാരി. പറഞ്ഞു. എനിക്ക് കിട്ടാനുള്ള പെൻഡിങ് സാലറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച കിട്ടി. 6-7 മാസത്തെ ഉണ്ടായിരുന്നു. പിന്നെ സാറേ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? സാറ് ഫ്രീ ക്ലാസ്സിൽ 3 മെഡിറ്റേഷൻ പറയുന്നുണ്ട്. ഞാൻ അലൈൻമെന്റ് മാസ്റ്റർ ക്ലാസ്സിലുള്ളതായിരുന്നു. അപ്പൊ അതിലും വിപസന മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷന്, ഹെൽത്ത് റിലേഷൻ, ഇത് 3 ചെയ്താൽ മതിയോ ദിവസവും? അതെ, എലൈൻമെന്റ് മാസ്റ്ററിൽ പങ്കെടുത്തവർ ആ 3 മെഡിറ്റേഷൻ ചെയ്താൽ മതി. എലൈൻമെന്റ് മാസ്റ്ററിൽ. അപ്പൊ മറ്റേ 3 ചെയ്യണ്ടല്ലേ? ഇല്ല, ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് വിപസനയല്ലേ സാറേ ഫസ്റ്റ്? അതെ. പിന്നെ സെൽഫ് ലവും ഹെൽത്ത് റിലേഷൻഷിപ്പും. ഹെൽത്ത് റിലേഷൻഷിപ്പ് 4 വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്താൽ മതി. അതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒപ്പം ചെയ്യണ്ടേ? ഇന്നർ ചൈൽഡ് ഹീലിംഗിന് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നർ ചൈൽഡിന്റെ 2 ബാച്ചിലായിട്ട് ഉണ്ടായിരുന്നല്ലേ, അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹീലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവില്ല. കുട്ടിക്കാലത്തിൽ അതപ്പോ 1 മാസത്തോളം ചെയ്യണോ കണ്ടിന്യൂസ്? അല്ല, 1 മാസം എന്നല്ല, അതിനൊരു ടൈം വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കുട്ടിക്കാലത്തിലെ ഓർമ്മകൾ ചിന്തിക്കുന്ന സമയത്ത് ഓക്കെ ഹീലായി എന്ന്, അതായത് നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല, അന്നേരം അത് ഒഴിവാക്കാം. താങ്ക് യു സോ മച്ച്. എന്റെ പേര് തങ്കാണ്. ഞാൻ ഇതില് പങ്കെടുക്കൽ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. കുറെ കാലം തന്നെ 1 വർഷത്തോളായി. പക്ഷെ ഇന്നലെ എനിക്ക് 5000 ഉറുപ്പ്യ ലോട്ടറി അടിച്ചു. ഞാൻ ഓപ്പണോ ചെയ്തിട്ടാണ് ലോട്ടറി എടുക്കാൻ തന്നെ പോയത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അത് ചെയ്തു. അപ്പൊ എനിക്ക് 5000 ഉറുപ്പ്യ ലോട്ടറി അടിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതുവരെ അടിക്കാത്തൊരു കാര്യമാണ്. അപ്പോ ഞാൻ ഈ മെഡിറ്റേഷനിൽ കൂടെയാണ് എനിക്കിത് സാധിക്കുന്നത്. അതാണ് ഇതിന്റെ കാര്യം, ഉറപ്പാണ് എനിക്കത്. ഇതുവരെ എടുത്തില്ല. ഞാൻ ലോട്ടറി വിക്ക് വരെ ചെയ്തിട്ടും എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല. ലോട്ടറി കടയിലായിരുന്നു ഞാൻ, അങ്ങോട്ട് ഒന്നും ഉണ്ടായില്ല. എനിക്കത് ഞാൻ ഇതുവരെ ഒന്നും പറയാൻ കിട്ടാത്തത് കൊണ്ട് അല്ലാത്തത് കൊണ്ടാണ് പറയാഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷമായി. നല്ലൊരു കാര്യം. താങ്ക് യു സോ മച്ച്. ഞാൻ UAE-ലാണുള്ളത്. ഞാൻ ഇവിടെയുള്ള സമയത്ത് നാട്ടിൽ പോയി വന്നുള്ളൂ 2 മാസം വെക്കേഷനില്. ആ സമയത്ത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ഒരു കാറും ഒരു 2 വീലറും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയതായിരുന്നു മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നാട്ടില് വെക്കേഷന് പോയപ്പോ ഞാനിപ്പോ 2 വാഹനങ്ങളുടെ ഓണറായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് കാർ ഒരെണ്ണം സ്വന്തമായിട്ട് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്, 2 വീലർ ഒരെണ്ണം സ്വന്തമായിട്ട് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പോ അത് മാനിഫെസ്റ്റിൽ ഞാൻ ചെയ്തിരുന്നതാണ്. അപ്പൊ അതാണ് എന്റെ ഒരു സക്സസ് സ്റ്റോറി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ 2 പേർക്കും കൂടി അവസരം. കൂടിയാണ് അവസരം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഉണ്ണികൃഷ്ണൻ പറഞ്ഞോളൂ. ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. സാർ, ഞാൻ ഉണ്ണികൃഷ്ണൻ, എറണാകുളമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ അലൈൻമെന്റ് മാസ്റ്ററിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ മാസം എനിക്ക് എൻ്റെ പഴയ ഒരു ബോസ് എൻ്റെ കൂടെ എനിക്ക് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്കും ഒരു നല്ല ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു സക്സസ് സ്റ്റോറി. ഓക്കെ, താങ്ക് യു. എനിക്ക് ആ ഒരു ബ്രസ്ലെറ്റ് വേണം.
ഓക്കെ, ബ്രേസ്ലെറ്റ് ഇപ്പം വെൽത്ത് മാഗ്നറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. റിലേഷൻഷിപ്പ് ഉണ്ട്. വെൽത്ത് മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ഈ ആഴ്ച തിങ്കളാഴ്ച സ്റ്റോക്ക്, പുതിയ സ്റ്റോക്ക് എത്തും. അന്നേരം അറിയിക്കാം ഗ്രൂപ്പിൽ. ഏത് ബ്രേസ്ലെറ്റ് ആണ് വേണ്ടത്? നമ്മളിപ്പം 3 ബ്രേസ്ലെറ്റ് ആണ് ബിസിനസിന് വേണ്ടിയിട്ടുള്ളതാണ്. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വെൽത്ത് മാഗ്നറ്റ് ഉപയോഗിച്ചോളൂ. അത് ബിസിനസ് ഗ്രോത്ത് മാത്രമല്ല, വെൽത്ത് റിലേറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ജോലി അടിക്കുക, എല്ലാത്തിനും ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മുദ്ര ബുക്ക് അല്ലേ, അത് വാങ്ങിച്ചിരുന്നല്ലേ? വായിക്കാൻ തുടങ്ങിയാ ഉണ്ണിക്കൃഷ്ണൻ സാറ്? തുടങ്ങിയില്ലായിരുന്നു. അതിന്റെ പിറകിലാണ് മുദ്ര ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിന്റെ പിറകിലുള്ള പേജാണ് ആദ്യം വായിക്കേണ്ടത്. ഫസ്റ്റ് മുതൽ വായിക്കരുത്. പിറകിൽ നോക്കുകയാണെങ്കിൽ സാർ ഇപ്പം പിറകിൽ നോക്കുകയാണെങ്കിൽ കുറേ രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ എന്ത് രോഗമാണ് സാറ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മുദ്രാസ് പ്രാക്ടീസ് ചെയ്യാം. പിറകിലും നോക്കിയാൽ പിറകിലെ ഒരു 4-5 പേജ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വായിച്ചാൽ മതി. അത് വായിച്ചിട്ടും ഫ്രണ്ടിലേക്ക് പോയാൽ മതി. ഓക്കെ, അന്നേരം വളരെ സന്തോഷം. പല സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തു. മെഡിറ്റേഷൻ അയച്ചുതരാൻ ഇതില് പറഞ്ഞിരുന്നു. ഞാൻ ശകുന്തളയാണ്. അപ്പൊ അത് അന്ന് ഞാൻ എന്റെ ഇതിലേക്ക് വാട്സാപ്പിലേക്ക് അയക്കാന്നാ പറഞ്ഞത്. ഓക്കെ, ഞാൻ അയച്ചേക്കാം. കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല അലൈൻമെന്റ് മാച്ചിൽ ഈ മാസം ചേർന്നില്ലല്ലോ. അപ്പൊ അയക്കാ പറഞ്ഞു. ഹീലിംഗ് മെഡിറ്റേഷൻ അത് ഗ്രൂപ്പിലുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യും. അതുണ്ട്, പക്ഷെ അത് ഇതല്ല. അപ്പൊ ഞാൻ വേറൊന്ന് അയക്കാന്ന് പറഞ്ഞു. ഏത് മെഡിറ്റേഷൻ അയക്കേണ്ടതെന്നുള്ള മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് സാറ് നോക്കണില്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ നോക്കാം. സ്റ്റാഫ് ലീവാണ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇന്നത്തെ നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത് ഹോപ്പിനോപ്പിനെയാണ്. അതിനേക്കാളും മുൻപായി ഇന്ന് ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയെക്കുറിച്ച് പറയുകയാണ്. ദീപിക എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. എല്ലാവരും കണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഇന്നർ ചൈൽഡ് വൂൺസ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളും കാര്യങ്ങളും എല്ലാം തന്നെ ഹീൽ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് സ്നേഹം കിട്ടാത്ത അവസ്ഥയായിരിക്കും, നമുക്ക് അറ്റൻഷൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും, അല്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ അച്ഛൻ അംഗീകരിക്കുന്നില്ല, അമ്മ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. ഇതെല്ലാം തന്നെ നിങ്ങളെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പം ദീപിക അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, നല്ല ഒരു ക്യാരക്ടറാണ്, ഭയങ്കര കൈൻഡായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ച ജോലിയിലോ ഒരു ഗ്രോത്തോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ ഇൻ്റർവ്യൂസിനും പങ്കെടുക്കുന്ന സമയത്ത് എപ്പോഴും വാഷ്റൂമിൽ പോയിട്ട് വമിറ്റ് ചെയ്തിട്ട് ഛർദ്ദിച്ചിട്ട് കാര്യങ്ങൾ ക്ഷീണിച്ചിട്ടാണ് പങ്കെടുക്കുക. പക്ഷേ ഒരു ഇൻ്റർവ്യൂ പാസ്സാകാനൊന്നും തന്നെ സാധിച്ചില്ല. 8 വർഷമായി അദ്ദേഹം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം ഓസ്ട്രേലിയൻ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അത് ഇപ്പം നല്ല സാലറിയിൽ, അതും ഒരു 10-15 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട സാലറിയാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്തിട്ട്. എക്സ്പീരിയൻസ് പോലും ഇല്ല. അദ്ദേഹം മെഡിക്കൽ ഫീൽഡാണ്, ഇപ്പം വേറെ ഒരു മേഖലയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അത്രയും ഉയർന്ന സാലറി കിട്ടിയുള്ള കാരണം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ബ്ലോക്സ്, അതാണ് ഇന്നർ ചൈൽഡ് വൂൺസ് എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ എത്രത്തോളമാണോ ആഴത്തിൽ നിന്ന് ഹീൽ ചെയ്യുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറ്, അതേപോലെ തന്നെ കുറേ പേര് അലൈൻമെൻറ്റ് മാസ്റ്ററിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ഇന്നർ ചൈൽഡിലെ മുറിവുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഹീൽ ചെയ്യുന്ന സമയത്താണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. അവരാഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഹീലിംഗ് ആണ്. അതാണ് നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇങ്ങനെ ദീപിക അത് ചെയ്തിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് റിലേറ്റ് ചെയ്യുന്ന കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന ശരീരത്തെ പിടിക്കില്ല, ഒന്നും തന്നെ പിടിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് അദ്ദേഹം ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ പങ്കാളിയുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾ ഉള്ളിൽ സ്വയം ഹൃദയത്തെ കൈവച്ച് വയ്ക്കുക. ആർ യു ഹാപ്പി? നീ സന്തോഷത്തിലാണോ എന്നുള്ള ചോദിക്കുക. നമ്മൾ സെൽഫായിട്ട് അനാലിസിസ് ചെയ്യുക, നമ്മൾ സ്വയം ചോദിക്കുക. പൊതുവെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ചോദിക്കുന്നില്ല നമ്മളെ ഹാപ്പിയാണോ എന്നുള്ളത്. നമ്മളെ ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചിന്തിക്കും നിങ്ങളെ പങ്കാളി നിങ്ങളെ ഹാപ്പി എന്ന് നിലനിർത്തും, നിങ്ങളെ മക്കൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഹാപ്പിയായി നിങ്ങളെ സന്തോഷിപ്പിച്ച് നിലനിർത്തും എന്നുള്ളത്. അതെല്ലാം വെറും വിഡിത്തമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ അനുഭവമല്ല, കുറേ പേരുടെ അനുഭവം. പേഴ്സണൽ കൺസൾട്ടേഷൻ, ദിവസമുള്ള പേഴ്സണൽ കൺസൾട്ടേഷനിൽ സെയിം പാറ്റേൺസ് ആണ്. അവർ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഞാൻ ഇത്രയും കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ വിട്ടുപോയി, എനിക്കതിൽ കുറ്റബോധമുണ്ട് എന്നുള്ളത്.
ഇപ്പോൾ നിങ്ങൾ പ്രായം കുറഞ്ഞുള്ള വ്യക്തിയാണ്, വാട്ടവർ എന്ത് തന്നെയായാലും നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ ഹാപ്പിനെസ്സിന്, നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി പരിശ്രമിക്കുക. ചിലപ്പോൾ അതൊരു ഐസ്ക്രീം കഴിക്കുന്നതായിരിക്കും, എന്തോ ആയിരിക്കാം, അത് ചെയ്യാം. അതെന്തുകൊണ്ടാണ് ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ പണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് വെച്ചാൽ, പണം സത്യത്തിൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കേണ്ട ഒരു വസ്തുവല്ല, അല്ലേ? ഞാനൊരു ലളിതമായിട്ടൊരു ഉദാഹരണം ചോദിക്കുകയാണ്. നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ 100 കോടി രൂപ ഇട്ട് തന്നു. ഒരേ ഒരു കണ്ടീഷൻ, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ സന്തോഷം നൽകുമോ? സന്തോഷം നൽകില്ലേ? ജസ്റ്റ് അൺമ്യൂട്ട് ആയിട്ട് പറയാം. സന്തോഷം നൽകിയാൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം കമന്റ് ബോക്സിൽ. സന്തോഷം തരില്ല സർ. ഓക്കെ, നോ എന്നുള്ളതാണ് കമന്റ് ചെയ്തോളൂ, അല്ലേ? എല്ലാവരും പണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു, 100 കോടി രൂപ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, ആരും സന്തോഷിക്കുന്നില്ല, അല്ലേ? എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണമാണ്. ചോദിക്കുന്ന ചോദ്യം വ്യക്തമായെന്ന് കരുതുന്നു. എല്ലാവരും ഷീജ അസീസ് 100 കോടി ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് തൊടുകാൻ പറ്റില്ല, ഒരു കാരണവശാലും ഉപയോഗിക്കാനും പറ്റില്ല. ഷീജ അസീസ് ബാങ്കിൽ കാണാൻ മാത്രം പറ്റും. ഈ ബിരിയാണി മുന്നിൽ വെക്കുന്ന പോലെ തന്നെയാണ്. മുന്നിൽ നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ട്, പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അന്നേരം ഇതിൽ വലിയൊരു ശതമാനം, എനിക്ക് തോന്നുന്നു 99% ആൾക്കാരും നോ എന്നുള്ളതാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് പറഞ്ഞു? പണം എന്ന് പറയുന്ന കാര്യത്തിലല്ല നിങ്ങൾ തേടുന്നത്. അതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സീക്രട്ട്. ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. ശരിക്കും നിങ്ങൾ പണമല്ല ആഗ്രഹിക്കുന്നത്, പണത്തിൽ നിന്ന് കിട്ടുന്ന കംഫേർട്ടാണ്, അല്ലേ? പണം നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, പണം നിങ്ങൾക്ക് നൽകുന്ന കരുത്ത്, എല്ലാമാണ് നിങ്ങൾക്ക് പണത്തിൽ നിന്ന് വേണ്ടത്. അല്ലാതെ കുറച്ച് നോട്ട് ഒന്ന് ആലോചിച്ചു, കുറച്ച് നോട്ട് കെട്ടുകൾ മാത്രമാണ് പണം എന്ന് പറയുന്നത്. ഇത് ഓരോ തലങ്ങളിൽ, ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് വേറെ തന്നെ, മണി മാനേജ്മെന്റിന്റെ വ്യൂ പോയിന്റിൽ പറയുന്നത് അത് വേറെ തന്നെ. നമ്മളിത് ഇവിടെ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷന്റെ വ്യൂ പോയിന്റിലാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഇപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റിനാണെങ്കിൽ ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ, അങ്ങനത്തെ കുറേ ലെവലിലേക്ക് പോകും. ഇത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ വ്യൂ പോയിന്റിൽ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അന്നേരം പണം എന്ന് പറയുന്നത് നിങ്ങൾ പണത്തെയല്ല, മറിച്ച് പണം നൽകുന്ന കംഫേർട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കംഫേർട്ട് സോണ്, അല്ലെങ്കിൽ ഒരു കംഫേർട്ട് സോണില ഒരു കംഫേർട്ട്, അല്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 കോടി ഉണ്ടെങ്കിൽ എനിക്കെന്താണ് അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് സന്തോഷം നൽകും, അല്ലേ? ഇനി എനിക്ക് കൂടുതൽ കാര്യം ടെൻഷൻ അടിക്കണ്ട, മനസ്സമാധാനമായിട്ട് എനിക്ക് ജീവിക്കാം, എനിക്ക് ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കും. നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയത്ത് പണം വരും. മനസ്സിലായോ? അതായത് നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്, ഇഫ് എ ഈസ് ഈക്വൽ ടു ബി ദെൻ ബി ഈസ് ഈക്വൽ ടു എ എന്നുള്ള ഒരു ഫോർമുല. കൈൻഡ് ഓഫ് നമ്മൾ പണ്ട് ഞാൻ നിങ്ങളെ പഠിച്ചിട്ടുണ്ടാവും. അത് എന്താ മാത്സിൽ എന്ത് ഫോർമുലയാണെന്ന് അറിയില്ല, ഓരോ ഡെറിവേഷൻസ് പറയും. അവസാനം നിങ്ങൾ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നല്ല നോക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ പണത്തെ ആഗ്രഹിക്കുന്നത്, പണം നൽകുന്ന കംഫേർട്ടിനെയാണ്. വീഡിയോ സ്റ്റക്ക് ആകുന്നുണ്ടോ? മുൻപ് നേരത്തെ സ്റ്റക്ക് ആയില്ലേ? ഇപ്പൊ സ്റ്റക്ക് ആകുന്നില്ലല്ലോ? സ്റ്റക്ക് ആകുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്. അതെ, ഞാൻ അതുവരെ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, പണം എന്ന് പറയുന്ന ഫാക്ടറല്ല ഞാൻ ആഗ്രഹിച്ചത്, മറിച്ച് പണം എനിക്ക് നൽകുന്ന ഫ്രീഡം, ആ കാര്യങ്ങൾ. അതിനെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ചെറിയ പണം ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ കംഫേർട്ട്, നിങ്ങൾ വലിയൊരു പണത്തിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷത്തെ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് നിങ്ങൾ ആസ്വദിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പണം വരേണ്ട വഴികളും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് തുറന്നു വന്ന് നൽകുന്നതാണ്. അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം കംഫേർട്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം സന്തോഷിപ്പിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷത്തെ നിലനിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ നിങ്ങൾ ഫെയിലിയർ ആവുകയും ചെയ്യും. അവർക്ക് തൃപ്തിപ്പെടുകയില്ല. നിങ്ങൾ ചില ആൾക്കാരില്ല, ചില ഫ്രണ്ട്സ് നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും നല്ല പറയില്ല.
ചിലപ്പോൾ അത് നിങ്ങളെ സുഹൃത്താവാൻ കാര്യങ്ങളാവാം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, കാര്യങ്ങൾ ചെയ്യുക. അതായത് പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അത് നോക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇത്ര പണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക, സപ്പോസ് 1 കോടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാം. ഞാൻ ചോദിക്കും, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളെ കയ്യിൽ 1 കോടി രൂപ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എല്ലാവരും. ആസ് യൂഷ്വൽ സർ. അത് പറഞ്ഞത് അതല്ല, FDI ഇടോ. ബിസിനസ് ഡെവലപ്പ് ചെയ്യും, ഹൗസ് വാങ്ങും. ഓക്കെ, നല്ല ഉത്തരം. ആദ്യം പോയി ഐസ്ക്രീം വാങ്ങും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ചിന്തയിലേക്ക് വരട്ടെ. അല്ലാതെ ഇത് ക്ലാസ് പങ്കെടുക്കുന്നൊന്നും ചെയ്യേണ്ട, കമൻറ്റ് ചെയ്യേണ്ട, ക്യാമറ ഓർക്കണ്ട, എല്ലാം പറയാം. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. ലൈഫിൽ ഹാപ്പിയാവും. എല്ലാവരും കമൻറ്റ് ചെയ്യാം. LC. ഓക്കെ, വീട് കാർ സ്ഥലമാവും. അന്നേരം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങൾ മുന്നേ എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ ക്ലാസ്സുകളും കാര്യങ്ങളും പങ്കെടുക്കുന്നത്. അതിലൊരു മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്നെയാണ്, നീ പൈസ അല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് പൈസ നിന്ന് കിട്ടുന്ന കംഫേർട്ടാണ്. അതായത് ഞാൻ അവരോട് പറഞ്ഞ കാര്യമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കടങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നീ കടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ, നിനക്ക് കിട്ടുന്ന ആ പണത്തിനെ ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങും. അത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങുന്നു പറഞ്ഞു. അതെല്ലാം, അതായത് നിങ്ങൾ ഈവൻ ഭയത്തോടെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ, കയ്യിലുള്ള പൈസയും പോകും. നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? പണം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പേടിച്ചിട്ടാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കയ്യിലുള്ള പണം പോയിട്ടുണ്ടോ? അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? സ്പെൻഡ് ചെയ്യുന്ന പേടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ പോകുന്നതായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഓ ജീജ, എന്താണ് എക്സ്പീരിയൻസ്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് ഹീലിംഗ് ആവശ്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ തന്നെ ഭയപ്പെട്ടിട്ടാണ് എപ്പോഴും സ്പെൻഡ് ചെയ്തത്. അത് നഷ്ടപ്പെട്ടല്ലോ, അയ്യോ എൻ്റെ കയ്യിലെ പൈസ തീർന്നുള്ള രീതിയിൽ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. അന്നേരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പണം വേറെ ഏതെങ്കിലും വഴിയിലും വീണ്ടും നഷ്ടപ്പെടും. കാരണം എന്താണ്, പണത്തിന് കൊടുക്കുന്ന ഫ്രീക്വൻസി, അതായത് പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മളൊരു ഭയമാണ്, ഇത് തീർന്നു പോകുന്നൊരു വസ്തുവാണല്ലോ എന്ന രീതിയിൽ ചിന്തിക്കും. നേരെ മറിച്ച് ഞാൻ അബൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് വരുന്ന എല്ലാം ദൈവത്തിൻ്റെ വരദാനാണ്, ദൈവം നൽകുന്ന ഗിഫ്റ്റാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെ കംഫേർട്ടായിട്ട് ഈ പണം വരുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അതിപ്പോഴേ നിങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഇതിൽ കമൻറ്റ് ബോക്സിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഐസ്ക്രീം ആവുന്നുള്ളത്. അതിൽ പലരും പല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഐസ്ക്രീം ആവുന്നുള്ളതാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് എനിക്ക് ഹാപ്പിനെസ് നൽകിയെന്ന് അറിയാം, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം നൽകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. ഞാനിതേപോലെ തന്നെയാണ്. എൻ്റെ കയ്യിൽ പണം വന്ന സമയത്ത് ഞാനെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, നല്ല ഹോട്ടലിലേക്ക് പോയിട്ട് ഞാൻ ഫുഡ് വാങ്ങും. എനിക്കിപ്പോൾ ടെൻഷനാണ് കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡ് കാര്യങ്ങൾ ഇഷ്ടമാണ്. അത് കഴിക്കാൻ ഞാൻ ഹാപ്പിയായി മാറി. 1 കോടി രൂപ കിട്ടുകയാണെങ്കിലും ആ ഒരു ഹാപ്പിനെസ് തന്നെയാണ് ഉണ്ടാകുക. അതെന്നെ വീണ്ടും വീണ്ടും ഹാപ്പിനെസ്സിലേക്ക് നയിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, എനിക്ക് ഇന്ന കാര്യം നടന്നാൽ മാത്രമാണ് ഞാൻ സന്തോഷിക്കുകയുള്ളൂ, ഇന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ
നല്ല രീതിയിൽ പുഞ്ചിരിക്കുകയുള്ളൂ എന്ന രീതിയിൽ പറയും. അതല്ല, നിങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങാം. കാരണം പണമെന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഉള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ഊർജ്ജമാണ് എന്ന രീതിയിൽ ചിന്തിക്കുക. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ പണം കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. ചില ആൾക്കാർ കാണാറുണ്ട് പണം എത്ര ഉണ്ടെങ്കിലും അവർ സന്തോഷിക്കില്ല. ഞാൻ ചെറുപ്പത്തിലെല്ലാം കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ, അച്ഛന് ഷോപ്പാണ്, അച്ഛൻ്റെ ഷോപ്പിലേക്ക് വരുന്നേരം പണം കുറേ ഉണ്ട് അവരുടെ കയ്യിൽ. പക്ഷേ അവർ വസ്തുക്കൾ മേടിക്കുന്ന കാണുന്ന സമയത്ത് സങ്കടമാവും. 100 ചെറുപയർ, 50 കടല, ഇങ്ങനെയാണ് അവർ മേടിക്കുക. കാരണം അവർ ഈ പണത്തെ സ്പെൻഡ് ചെയ്യാനെല്ലാം ഭയത്തോടെയാണ് കണ്ടത്. അവസാനം അവരൊരു ഇപ്പം നമ്മൾ അവരെ ജീവിതം നോക്കുകയാണെങ്കിൽ സ്ഥലവും നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ചില ആൾക്കാരുണ്ട് അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിനെ ആസ്വദിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഷോപ്പിലേക്ക്, അച്ഛൻ്റെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, നല്ല വസ്തുക്കൾ, നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ മേടിക്കും, എന്നിട്ട് നല്ല ഭക്ഷണം കഴിക്കും. അവർ ഭയങ്കര ജോയ്ഫുള്ളായിട്ട് ഹാപ്പി ആയി നിൽക്കും. ഗൾഫിൽ നിന്ന് പൈസ വരുന്ന സമയത്ത് അച്ഛന് പൈസ കിട്ടും. ഇന്ന് അവരെ ലൈഫ് നോക്കുന്ന സമയത്ത് അവർ ഭയങ്കര റിച്ചായിട്ട് മാറി, സ്ഥലം എടുത്തു, വീട് വെച്ചു, കാറ് മേടിച്ചു, ഫാമിലി ഗൾഫിൽ സെറ്റിലായി, അങ്ങനെയാണുള്ളത്. ഇതാണ് അതായത് ആദ്യത്തെ കാറ്റഗറി ആൾക്കാരുടെ അടുത്ത് എന്താണ്, പൈസ ഉണ്ടായിരുന്നു, പക്ഷെ പൈസ ആസ്വദിച്ചില്ല. അവർ പിശുക്കി അവരവരെ ട്രീറ്റേ ചെയ്തില്ല. ഏറ്റവും വില കുറവുള്ള കാര്യങ്ങളാണ് ചോദിക്കുക, ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളത് ബാർഗെയിൻ ചെയ്യില്ല. അവർ എബൻഡൻ്റ്, പൈസ ഇല്ലെങ്കിൽ പോലും എബൻഡൻസ് മൈൻഡ് സെറ്റാണ് അവരെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ ആ ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും, ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങും. അതെല്ലാം തന്നെ നിങ്ങളെ പണത്തിലേക്ക് നയിക്കുന്നതാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പം ഞാൻ പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കുകൾ മാത്രമല്ല, നിങ്ങളെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ആണ്. നിങ്ങളൊരു പ്രോബ്ലത്തെ എല്ലാം നിങ്ങൾ അവിടെ കാണാം, അവിടെ ഓപ്പർച്യൂണിറ്റിയെ കാണാം. അതാണ് ജീവിതത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം സൊമാറ്റോ ആവട്ടെ, ഊബർ ആവട്ടെ, എല്ലാം തന്നെ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് സൊല്യൂഷൻസ് കണ്ടെത്തിയത്, അല്ലേ? നേരെ മറിച്ച് നിങ്ങൾ പ്രോബ്ലത്തിൽ കുടുങ്ങിപ്പോവാതെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കാണാം. കാരണം എല്ലാത്തിലും നിങ്ങൾ അവസരം കാണാൻ ശ്രമിക്കും, എല്ലാത്തിലും നിങ്ങൾ അബൻഡൻസ് കാണാൻ വേണ്ടി ശ്രമിക്കും. അതിലൂടെ നിങ്ങളിലേക്ക് പണം വരികയും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പം ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്ന എന്താണ്, ആൾക്കാർ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതാണ് അവിടെ ഒരു പെയിന്, ഞാൻ അനുഭവിച്ച വേദന മറ്റുള്ളവരുടെ ലൈഫിലും ഉണ്ടാകുന്നുള്ള ചിന്തയാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പെയിനിലെ സൊല്യൂഷൻസ് കണ്ടെത്തുക അടുത്ത കാര്യമാണ്. നിങ്ങൾ ചുറ്റുമുള്ള വേദനയ്ക്ക് ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ അത് നല്ലൊരു ബിസിനസ്സിലേക്ക് മാറും. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിക്ക് നീടുള്ള ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് സെയിൽസിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് അവിടെ പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളെ ജീവിതം കൊണ്ട് എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ നൽകാൻ പോകുന്നതെന്ന് ചിന്തിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഒന്ന്, നിങ്ങൾ ആ പണം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടെയും അതോടൊപ്പം തന്നെ പണത്തെ ആസ്വദിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 100 കോടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ സന്തോഷിക്കുന്നത്, ആ ഒരു സന്തോഷം നിങ്ങൾ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ എത്രയാണോ പണം ഉള്ളത് അതിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ വീണ്ടും പറയാണ്, അല്ലാതെ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ സന്തോഷിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് പണം വരും, നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കുന്ന സമയത്ത് പണം വരും എന്നുള്ളതാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഹോപ്പ് നോബ്നോ ടെക്നിക്കിനെ കുറിച്ച് പറയാൻ പോവാണ്. അതായത് അത് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും A4 ഷീറ്റ് വേണം. A4 ഷീറ്റ് എല്ലാവരും എടുക്കുക. A4 ഷീറ്റ് ഇല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുക്കുക. എല്ലാവരും ഇതിൽ 146 പേരുണ്ട്. എല്ലാവരും നോട്ട്ബുക്കിൽ ഒരു പേപ്പർ കീറി എടുക്കുക, ഇല്ലെങ്കിൽ A4 ഷീറ്റ് എടുക്കുക.
ഹോപ്പ് നോപ്നോ ഇതിൽ ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ഹോപ്പ് നോപ്നോ എന്ന് പറയുന്നത് ഒരു ഹവായൻ ഹീലിംഗ് ടെക്നിക്കാണ്. നമുക്ക് ഏതൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടതോ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇപ്പം എൻ്റെ പേഴ്സണലി ആരെയും മെസ്സേജ് അയക്കുകയാണ്, എനിക്ക് കുറേ പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് പറഞ്ഞതെന്ന് ചോദിക്കാൻ ഞാൻ ആകെ ഒരേ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കും, ഹോപ്പ് നോപ്നോ ഉപയോഗിക്കും. എൻ്റെ ലൈഫിൽ എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, മെയിനായിട്ട് എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടാക്കിയ കാര്യമാണ് ഹോപ്പ് നോപ്നോ. നിങ്ങളുടെ ലൈഫിൽ ഹോപ്പ് നോപ്നോ ഉപയോഗിച്ചിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഹോപ്പ് നോപ്നോ ഉപയോഗിച്ചതിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത്? അൺമ്യൂട്ട് ചെയ്ത് പറയാം. നിങ്ങൾ ആരെങ്കിലും ഹോപ്പ് നോപ്നോ, ഇപ്പോൾ ഒരാൾ അദ്ദേഹത്തിന് ലോട്ടറി കാര്യം പറഞ്ഞു, അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ ഹെൽത്തിനാണോ ഹോപ്പ് നോപ്നോ ഉപയോഗിച്ചിട്ട് മാറ്റം ഉണ്ടായത്? എനിക്ക് തുമ്മലിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്നും തുമ്മലായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ തുമ്മൽ എനിക്ക് കുറഞ്ഞു കിട്ടി. ഓക്കെ, വേറെ ആക്ക്? സാർ നമസ്കാരം. ഞാന് ഹോപ്പനോപ്പനോ പ്രയർ ഇങ്ങനെ പറയാറുണ്ട്. മെഡിറ്റേഷൻ എല്ലാം ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഹസ്ബൻഡ് കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അപ്പൊ ആള് അങ്ങനെ ഒരു കാര്യം ചെയ്തു തരാറില്ല. എനിക്ക് പൈസ ഒന്നും തരാറില്ല. പക്ഷെ എനിക്ക് കുറച്ച് കടങ്ങൾ അത്യാവശ്യമായിട്ട് വീട്ടേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഈ മാസം പൈസ കൊടുത്ത് തീർക്കണായിരുന്നു. എന്താ വഴിയെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കായിരുന്നു. പക്ഷെ എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നടന്നിട്ട് ഈ പ്രയർ ചൊല്ലാറുണ്ട്. അദ്ദേഹം എനിക്കിപ്പോ ഒരിക്കലും പതിവില്ല എന്റെ കയ്യിൽ കുറച്ച് പൈസ സൂക്ഷിക്കാനായിട്ട് തന്നു. അപ്പൊ ഞാനത് കടം ഇങ്ങനെ വീട്ടിട്ട് ആവശ്യമാകുമ്പോ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ അത് ചെയ്തോളാൻ പറഞ്ഞു. അത് വലിയൊരു ആശ്വാസമാണ് എനിക്ക്. അപ്പൊ ഈ പ്രയറിന്റെ ഒരു ഫലമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണത്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നുണ്ട് പ്രപഞ്ച ശക്തിയോട്, ദൈവത്തിനോടും സാറിനോടും നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ അനുഭവം? എൻ്റെ ഒന്ന് ഷെയർ ചെയ്യാം. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് സുജാത. ഞാൻ ആർത്രൈറ്റിസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ വ്യക്തിയാണ്. ഇപ്പം ഈ ഹോപ്പണോപ്പണോ പ്രയർ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. 2-3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരുപാട് മുക്തിയായി. ഇപ്പം ബോഡി ഫുള്ളും അതിഭയങ്കരമായ പെയിൻ ആയിരുന്നു. എനിക്ക് അലോപ്പതി മെഡിസിൻ ഒന്നും കഴിക്കാൻ പറ്റുന്ന ആളും അല്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല ശരീരത്തിന് നല്ല മാറ്റമുണ്ട്. നല്ല ഓവർ വെയിറ്റ് ആയിരുന്നു, അതൊക്കെ മാറി. ഇപ്പം ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. ഒത്തിരി താങ്ക് യു. സന്തോഷം. വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നിഷയാണ്. നിഷ എന്തൊക്കെയാണ് വിശേഷിച്ചത്? സുഖമായിട്ടിരിക്കുന്നു സാർ. ഓപ്പൺ പ്രയർ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രയറാണ്. എന്റെ ഉള്ളിൽ എന്തെങ്കിലും, അതായത് ഒരു കുഞ്ഞൊരു വിഷമം ഫീൽ ചെയ്താൽ ഫസ്റ്റ് ഞാൻ ഓപ്പൺ പ്രയർ ചെയ്തിട്ട് അത് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ മണി മാനിഫെസ്റ്റേഷൻ ആയാലും റിലേഷൻഷിപ്പ്, മോളുമായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് അവൾ പിണങ്ങിയിരിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ പ്രയർ പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് സോൾവ് ചെയ്യും. ഇപ്പൊ ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ ആയാലും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബോഡിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പെയിൻ വന്നാലൊക്കെ ഞാൻ ആ സ്ഥലം കൈ കൊണ്ട് തൊട്ട് നമുക്ക് ഈ ഒരു പ്രയർ പറയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഹീൽ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ എന്റെ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്ന ഒരു പ്രയറാണ്. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷന് മുമ്പ് എനിക്ക് എപ്പോഴും ഓം നമഃ ശിവായ ഞാൻ പറയുമായിരുന്നു എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ. അപ്പം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനത് എല്ലാ കാര്യത്തിനും എനിക്ക് ഹീൽ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രയറാണിത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിഷ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മളെ അലൈൻമെന്റ് മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. ജോബ്, അദ്ദേഹം ഗവൺമെൻറ് ജോബ് കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വേറെ ഒക്കെ എന്തെങ്കിലും പറയണ്ടേ പറയാം. ഹോപ്പിനോപ്പിനെ ഉപയോഗിച്ചിട്ട്. സാറേ, എൻ്റെ പേര് ഗോവിന്ദ്. ഗോ. ഓക്കെ, എൻ്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗത്ത് എനിക്ക് ഈ പ്രയർ വളരെയായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് കുറെ വർഷങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഫ്രണ്ടായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആള് കൂടുതൽ എന്നെ കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആളെന്നോട്
എന്താ പറയാ ക്ഷമ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ആളുടെ ഭാഗത്തുള്ള ഒരു തെറ്റായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഇതാവാനായിട്ട്. പക്ഷെ പിന്നീട് അതിന് ആള് എന്നോട് വന്ന് മാപ്പൊക്കെ പറഞ്ഞു. ഇപ്പോ ബന്ധം വളരെ എന്താ പറയാ ദൃഢമായിട്ട് തന്നെ മുന്നോട്ട് പോണത്. അപ്പൊ ഈ പ്രയർ വളരെയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? ഇതെല്ലാം കേൾക്കുന്ന സമയം നിങ്ങൾക്കൊരു ഒരു വിശ്വാസം വരുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ, എനിക്കിത് പോസിബിൾ ആണെന്നുള്ള ഒരു വിശ്വാസം വരുന്നില്ലേ അല്ലേ? അത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ. വേറെ ആരാ ഉള്ളത്? സാർ എന്റെ പേര് കവിത. എനിക്ക് ഓഫീസിലൊരു കുറി ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഈ ക്ലാസ്സിൽ പങ്കെടുത്തു. പിന്നെ ബ്രേസ്ലെറ്റ് കയ്യിൽ സാറ് എനിക്ക് എങ്ങനെയാണെന്ന് ചെയ്യേണ്ട പറഞ്ഞു തന്നു. അത് ചെയ്ത് ഈ മാസം 10 എനിക്കാണ് കുറി അടിച്ചത്. ക്ലിയർ ആയില്ല പറഞ്ഞത്, വോയിസ് ബ്രേക്ക് ആയിരുന്നു. പറഞ്ഞ ക്ലിയർ ആയില്ല. ഇപ്പം പറഞ്ഞാള്. സാറേ, ഞാൻ ബ്രേസ്ലെറ്റ് സാറിന് വാങ്ങിച്ചു. അപ്പൊ അതിന്റെ മെഡിറ്റേഷൻ സാർ ക്ലാസ്സിൽ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഓപ്പനോപ്പ് പറയുന്നു. അപ്പൊ എനിക്ക് 10 കുറി എനിക്ക് അടിച്ചു ഈ പ്രാവശ്യം. അല്ലാതെ കുറിയൊന്നും ഞാൻ അടിക്കാറൊന്നുമില്ല. അങ്ങനെ ഒന്നും ഒരു അത്ഭുതം. പിന്നെ ആണെങ്കിൽ എനിക്ക് ശരീരത്തിന് ഫൈബ്രോയിഡിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ ഈ ക്ലാസ് ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്കത് നോർമലായി. നമ്മൾ വെൽത്ത്മാൻ ബ്രേസ്ലെറ്റ്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് വെൽത്ത്മാൻ ബ്രേസ്ലെറ്റ്. ഇപ്പൊ എന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് വെൽത്ത്മാനറ്റ് ആണ്. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് 100% റിസൾട്ടാണ്. പലരും കുറേ സച്ച് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് വോയിസ് ആയിട്ട് അയക്കും. 772 എന്ന് പറഞ്ഞ നമ്പറിൽ. ഓക്കെ, 772 എന്ന് പറഞ്ഞ നമ്പറിലാണ്. അതായത് ഇത് ഉപയോഗിച്ചിട്ട് ലോട്ടറി അടിക്കുന്നുണ്ട്, ബിസിനസ് ഗ്രോത്ത് വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. ഇത് വെറുതെ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനിൽ നിന്ന് മേടിക്കും. ഓൺലൈനിൽ മേടിക്കാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഓൺലൈനിൽ നിന്ന് കുറേ ആമസോണിൽ നിന്ന് ചീപ്പ് ക്വാളിറ്റി 100 രൂപയ്ക്ക് 99 59 രൂപയ്ക്കെല്ലാം പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. AAA ക്വാളിറ്റി കിട്ടണമെങ്കിൽ അത് പ്യുവറായിട്ടുള്ള ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒന്നുമല്ല, താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അങ്ങനത്തെ ക്വാളിറ്റി ഇങ്ങനെ AAA ക്വാളിറ്റിയാണുള്ളത്, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. വെറുതെ ഞാൻ നൽകുന്ന ഏതൊരു ബ്രേസ്ലെറ്റ്, ഇപ്പം 7 ചക്ര നൽകിയിട്ടുണ്ട്, വെൽത്ത്മാനറ്റ്, റിലേഷൻഷിപ്പ് മാഗ്നറ്റ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ന് വേണ്ടിയിട്ട് റോസ് കോഴ്സും നൽകിയിട്ടുണ്ട്. വെറുതെ കയ്യിലിട്ട് നടക്കാനുള്ള ഒരു ടൂളായിട്ടല്ല നിങ്ങൾ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കേണ്ടത്. ഞാൻ നൽകുന്ന ബ്രേസ്ലെറ്റിൽ എല്ലാ മെയിനായിട്ടുള്ള ബ്രേസ്ലെറ്റിൽ ഒരു ഹീലിംഗ് മെഡിറ്റേഷൻസ്, അതിനെ എങ്ങനെ ക്ലെൻസ് ചെയ്യണം. ഇപ്പം വെൽത്ത് മാഗ്നറ്റിൻ്റെ രീതിയല്ല റോസ് കോഴ്സ് ഹീൽ ചെയ്യേണ്ടത്, ക്ലെൻസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെയാണ്. വേറെ വ്യത്യസ്തമായ രീതിയിലുള്ള ബൈനറി മ്യൂസിക് സപ്ലിമെൻ്റിൽ ആഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻസാണ് നൽകിയിരിക്കുന്നത്. ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്കൊരു കാർഡ് തന്നിട്ടുണ്ട്, ഹീലിംഗ് കാർഡ്. അതിൽ 2 QR ഉണ്ടാവും. 2 QR സ്കാൻ ചെയ്തിട്ട് വേണം അതെങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഹീൽ ചെയ്യാൻ എന്നുള്ള മെഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കാം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. ഇല്ലെങ്കിൽ വെറുതെ കയ്യിലിടുന്ന ഒരു എന്താ പറയുക, ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഉള്ളതല്ല ഹീലിംഗ് ബ്രേസ്ലെറ്റ്. ഓൺലൈനിൽ മേടിക്കാൻ നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ കിട്ടില്ല, ക്ലൻസിങ് ഒന്നുമില്ല, ചെയ്യില്ല, നേരെ കയ്യിലിടും. ചില ആൾക്കാരുടെ കയ്യിൽ കാണാണ്ട് ഒരു 10 20 ബ്രേസ്ലെറ്റ് ഇങ്ങനെ ചിലപ്പോൾ ട്രെയിനിൽ പോകുന്നത് കാണും. പക്ഷെ അത് ക്ലെൻസിങ്ങോ ഹീലിങ്ങോ ഒന്നും ചെയ്യില്ല. ഫുൾ മൂൺ ഡേയിൽ ക്ലെൻസിങ് ചെയ്യണം, ഹീലിംഗ് ചെയ്യണം നിർബന്ധമായിട്ട്. ഓക്കെ, എന്തായാലും സന്തോഷം. എന്തായാലും ഇപ്പം അദ്ദേഹം ആ സക്സസ് സ്റ്റോറി 772 എന്ന് പറഞ്ഞ നമ്പറിലൊന്ന് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ടെക്നിക്കാണ് ഹോപ്നോപ്പനോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ, തുറന്നു വെക്കുകയാണെങ്കിൽ, ഞാനൊരു അഫർമേഷൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഡിയർ ലോട്ടറി എന്ന് എഴുതുക. നിങ്ങൾ എല്ലാവരും പേപ്പർ എടുത്തെന്ന് കരുതുന്നു. ആ പേപ്പറിൽ ഡിയർ ലോട്ടറി എത്ര രൂപയാണ് നിങ്ങൾക്ക് ലോട്ടറി എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. കുറേ പേര് കമൻറ്റ് ചെയ്യില്ല. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്രയാണ് എമൗണ്ട് ആഗ്രഹിക്കുന്നത്? 1 ലക്ഷമാണോ, 2 ലക്ഷമാണോ, 1 കോടിയാണോ, വാട്ടവർ. അത് ലോട്ടറിയിലുള്ള തുകയായിരിക്കണേ. ചിലപ്പോൾ നിങ്ങൾ അബുദാബി ബിഗ് ടിക്കറ്റ് ആയിരിക്കാം എന്തുവരെയും ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടായിരിക്കണം. 1 ബില്യണോ 1 ട്രില്യൺ ദയവ് ചെയ്ത് അത്രയേ ഉള്ളൂ. റിയൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം. 1 ലക്ഷമായിട്ടെ, 25,000 ആവട്ടെ, 1 കോടി ആവട്ടെ, 10 കോടി ആവട്ടെ, 12 കോടി. എനിക്ക് തോന്നുന്നു
കേരള ലോട്ടറി 12 കോടി, 25 കോടിയുണ്ട്. ഓക്കെ, എത്ര കോടിയാണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതിലിപ്പം 155 മെമ്പേഴ്സ് ഉണ്ട്. 155 മെമ്പേഴ്സ് കമൻറ്റ് ചെയ്യുക. ഒരു കോടി, 5 ലക്ഷം. സാർ എനിക്ക് 1 കോടി അടിക്കണമെന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കും, ലോട്ടറി അടിച്ചാല് പബ്ലിസിറ്റി ആവൂലേ, കുറെ ആൾക്കാർ വരൂലേ, പൈസ ചോദിച്ചു വരൂലേ. അത് നിങ്ങൾ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് എന്തിനും ഉള്ളിലുള്ള ഭയമാണ് നിങ്ങൾ അങ്ങനെ ഇതാക്കുന്നത്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അയ്യോ എല്ലാവരും ശ്രദ്ധിക്കല്ലോ എന്നുള്ള. ലോട്ടറി തന്നെ ഉണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പ്രൈവസി കീപ്പ് ചെയ്യണമെങ്കിൽ പ്രൈവസി കീപ്പ് ചെയ്യാം, പറഞ്ഞാൽ മതി. നമ്മൾ ലോട്ടറി ബാങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ എൻ്റെ പ്രൈവസി കീപ്പ് എന്ന് പറയുന്നത് ഒരാളും പറയില്ല. നേരെ മറിച്ച് നിങ്ങൾ തലത്താണ് അടിച്ചതെന്ന് പറയും. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കേരള ലോട്ടറി അല്ലെങ്കിൽ ഓണം മെമ്പർ എടുത്തു, അത് ഏത് സ്ഥലത്താണ് അടിച്ചതെന്ന് മാത്രം പറയും, ഇന്ന സ്ഥലത്താണ്, പക്ഷെ ആർക്കും അടിച്ചതെന്ന് പറയില്ല. പ്രൈവസി ഇപ്പം കീപ്പ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, 1 CR എന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പ് നോമിനെ ഉപയോഗിച്ചുള്ള ടെക്നിക്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ 25, 50, 100 കോടി അല്ല 100 കോടിയില്ല 25 ലക്ഷം, 50 ലക്ഷം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഡിയർ ലോട്ടറി ആ ഒരു എമൗണ്ട്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ ഒരു അഫർമേഷൻ ഡിയർ ലോട്ടറി എന്ന് ചെയ്താൽ ആ ഒരു എമൗണ്ട് ചെയ്താൽ, പിന്നെ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇതെന്ത് ചെയ്യാം, 11 ദിവസം 11 തവണ രാത്രി എഴുതി വെക്കുക. 11 ദിവസം 11 തവണ. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് ഓക്കെ, ഡിയർ ലോട്ടറി എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. ഇപ്പം 36 കോടി ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒരാൾ 50 ലക്ഷം. ഇതിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാണ് 50 ലക്ഷം എഴുതി വെച്ചിട്ടുണ്ട്. ഡിയർ ലോട്ടറി 50 lakh, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇപ്പം നിങ്ങൾ ഈ ഒരു പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് 11 തവണ എഴുതാം. അടുത്ത ദിവസം ഒന്നെങ്കിൽ ഇതിൻ്റെ പിറകിൽ എഴുതാം, ഇല്ലെങ്കിൽ പുതിയൊരു ഷീറ്റ് എടുത്തിട്ട് A4 ഷീറ്റോ നോട്ട്ബുക്ക് എടുത്തിട്ട് അതേ സമയത്ത് ഇപ്പോൾ ഇന്ന് ആണ് എഴുതുന്നെങ്കിൽ ഇന്ന് ഈ സമയത്ത് എഴുതുക, നാളെ അതേ സമയത്ത് എഴുതുക, മറ്റന്നാളും അതങ്ങനെ 11 ദിവസം എഴുതി വെക്കുക. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ഫീലിങ്ങോടെ കൂടെ പണം വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കുക. ഇപ്പം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കുക, അത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, എല്ലാം തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയണം. ബരസാറ് മറ്റേ IIT NIT ഉള്ള ആളാണോ? NIT ഉള്ള ആളാണോ? അതെ സർ. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? സുഖമാണ് സർ. ഓക്കെ ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് നിങ്ങളെ. താങ്ക് യു. അന്നേരം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ 11 ദിവസം എഴുതി വെക്കുക. പിന്നെ നമ്മളൊരു ലോട്ടറി മാനിഫെസ്റ്റേഷനിലെ മെഡിറ്റേഷൻസ് നമ്മൾ ഒരു ബൈനറി മ്യൂസിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഫ്രീ ക്ലാസ്സിലുണ്ട്. അത് എന്ത് ചെയ്യുക, അത് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന മെഡിറ്റേഷൻ വളരെ പവർഫുൾ ആയിട്ടൊരു മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവർ ഓൺ ചെയ്യാം. എല്ലാവരും കുബേരമുദ്ര, ഇതാണ് കുബേരമുദ്ര എന്ന് പറയുന്നത്. കുബേരമുദ്ര കുബേരമുദ്ര. ഒരു മിനിറ്റ്. ഹലോ, ഇതാണ് കുബേരമുദ്ര എന്ന് പറയുന്നത്. കുബേരമുദ്ര നമ്മൾ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ണികൃഷ്ണ സാറിൻ്റെ പുസ്തകത്തിലും കുബേരമുദ്ര ഉണ്ടാവും, അതിൽ നോക്കിയാൽ മതി, പുസ്തകത്തിലും കാണാൻ പറ്റും കുബേരമുദ്ര. ഇതാണ് കുബേരമുദ്ര. ചൂണ്ടുവിരലും നടുവിരലും തലവിരലേക്ക് സ്പർശിക്കുന്നതാണ് കുബേരമുദ്ര എന്ന് പറയുന്നത്. കുബേര എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് വെൽത്ത് ആണ്. വെറും പണം മാത്രമല്ല, ബന്ധങ്ങൾ, ആരോഗ്യം,
നല്ല അറിവ്, എല്ലാത്തിനും. കുബേരൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെയാണ്, പണത്തിൻ്റെ അല്ല, സമ്പന്നതയുടെ ദൈവമാണ്. ഇല്ലല്ല, ഇങ്ങനെയല്ല, 2 വിരലുകൾ നോക്കൂ ഉണ്ണികൃഷ്ണ സാർ. എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഇത് എൻ്റെ 2 ചെറുവിരലും മോതിരവിരലും ഇതിനുള്ളിലാണുള്ളത്. ബാക്കിയുള്ള ചൂണ്ടുവിരലും നടുവിരലും എൻ്റെ തള്ളവിരലേക്ക് പതിയെ സ്പർശിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫെദർ ടച്ച്. ചെറുങ്ങനൊന്നും പിടിച്ച് ഞെക്കരുതേ, മസിലിൽ പ്രഷർ കൊടുക്കരുത്, വളരെ സാവധാനം ജെന്റിലായിട്ട് പ്രസ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഈ ഒരു മുദ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം ഒരു മുദ്ര തെറാപ്പിയെക്കുറിച്ച് മനസ്സിലായിട്ട് 3 വർഷമായി. നമ്മളെ ക്ലാസ്സിൽ നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററി ആകട്ടെ, വെൽത്ത് മാസ്റ്ററി ആകട്ടെ, അങ്ങനെ ക്ലാസ്സിലെല്ലാം പണവുമായിട്ട് ബന്ധപ്പെട്ട മെഡിറ്റേഷൻസ് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുദ്ര വെക്കാനാണ് പറയാറ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ പണത്തെ ആഗ്രഹിക്കുന്ന സമയത്ത്, പണത്തെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്, മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് എല്ലാം തന്നെ ഈ ഒരു മുദ്ര വെച്ചുകൊണ്ട് ചെയ്യാം. ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ജ്ഞാനമുദ്രയാണ്, ചിന്മുദ്ര എന്നൊക്കെ പറയുന്നത്. ഇത് അറിവ് നൽകുന്ന മുദ്രയാണ്. ഇത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ. ഇപ്പോൾ ഉണ്ണികൃഷ്ണ സാറിൻ്റെ കയ്യിലുള്ള ആ മുദ്ര തെറാപ്പിയിൽ ആഗ്രഹ സഫലീകരണത്തിന് ഈ മുദ്ര ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കുബേരമുദ്ര എന്ന് പറഞ്ഞ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട്, എനിക്കൊന്നു യൂട്യൂബ് ചാനലിൽ തന്നെ മുദ്രകളെക്കുറിച്ച്, മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ചാനലിലൂടെ ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ വെറും മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻസ് കാര്യങ്ങളല്ല. നമ്മളെ പുരാതനമായിട്ടുള്ള നമ്മളെ പൂർവികർ, നമ്മളെ ഭാരതത്തിൽ ജീവിച്ച പലരും, പല സിദ്ധന്മാർ കാര്യങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ആണ് എൻ്റെ കോഴ്സ് ആയാലും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ആയാലും എല്ലാം തന്നെ ചെയ്യുക. അല്ലാതെ വെറും ഇംഗ്ലീഷുകാർ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. അത് മതഗ്രന്ഥങ്ങളിൽ ഇപ്പം ഖുറാനാവട്ടെ, ബൈബിളാവട്ടെ, അതിലെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം എല്ലാവരും എന്ത് ചെയ്യുക, കുബേരമുദ്ര ക്ലിയർ ആയിരുന്നായിരുന്നു. കുബേരമുദ്ര പിടിക്കുക, തുടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. ഓക്കെ. അന്നേരം ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും, ഡിയർ മണി, ആ ഒരു എമൗണ്ട് മനസ്സിലേക്ക് പറയുക. അത് എത്ര എമൗണ്ട് ആണോ അത് ശബ്ദത്തിൽ, പറ്റുമെങ്കിൽ ശബ്ദത്തിൽ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ നിശബ്ദമായിട്ട് പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം, ഡിയർ മണി 1 lakh, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് പറയുക, ശബ്ദത്തിൽ പറയാം. ഇപ്പം പറ്റുമെങ്കിൽ ശബ്ദത്തിൽ പറയാം, ഇല്ലെങ്കിൽ നിശബ്ദമായിട്ട് പറയാം. അത് പറയാൻ സമയത്ത് നിങ്ങൾ പണം ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നത്, അതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടാണ് പറയേണ്ടത്. അല്ലാതെ വെറും മെക്കാനിക്കൽ പ്രോസസ്സ് പോലെയല്ല. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നില്ല. ആ ഐ എം സോറി എന്ന് പറയുന്ന സമയത്ത് പണം വരുന്നതും എല്ലാം തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകേണ്ടത്. വെള്ളം വേണമെങ്കിൽ കുടിച്ചോളൂ. വെള്ളം, നിങ്ങൾക്ക് ദാഹവും കാര്യങ്ങളുണ്ടെങ്കിൽ വെള്ളം കുടിച്ചോളൂ. കുറച്ച് ഡീപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും കണ്ണു അടക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര തുകയാണ് ലോട്ടറിയിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ തുകയെ കാണുക. മനസ്സിൽ പറയുക, ഡിയർ ലോട്ടറി. ആ ഒരു എമൗണ്ട് മനസ്സിൽ പറയുക, അല്ലെങ്കിൽ ശബ്ദത്തിൽ പറയുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ,
താങ്ക് യു, ഐ ലവ് യു. ആ ഒരു തുക നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ ഓർത്തുകൊണ്ട് വീണ്ടും പറയുക, ഡിയർ ലോട്ടറി. ആ ഒരു തുക അത് 1 ലക്ഷമാവാം, 1 കോടിയാവാം, എന്തുമാവട്ടെ. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. ആ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? വീടാണോ, കാറാണോ, നല്ല ബിസിനസ്സാണോ? എല്ലാം തന്നെ നിങ്ങൾ കാണുക, അതിനെ അനുഭവിക്കുക. മനസ്സിൽ പറയുക, ഡിയർ ലോട്ടറി. ആ ഒരു തുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഡിയർ ലോട്ടറി. ആ ഒരു തുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾ ഇന്ന് ജീവിതത്തെ ആസ്വദിക്കുകയാണ്, യാത്രകൾ ചെയ്യുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാം തന്നെ വാങ്ങുന്നു. ജീവിതത്തെ പൂർണ്ണമായും നിങ്ങൾ ആസ്വദിക്കുകയാണ്. ലോട്ടറിയിൽ നിന്ന് വരുന്ന പണം നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുകയാണ്. പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങൾക്കൊരു തവണയല്ല, നിരവധി തവണ ലോട്ടറിയിലൂടെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ പറയുക, ഡിയർ ലോട്ടറി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. ആ പണം നിങ്ങൾ എണ്ണി നോക്കുകയാണ്. അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിൽ നിലനിൽക്കട്ടെ. ഡിയർ ലോട്ടറി. ആ ഒരു തുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. നിങ്ങളുടെ കയ്യിൽ ആ ഒരു വലിയ തുകയുണ്ട്. നിങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചും അതിനെ അനുഭവിക്കുക. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരിക, ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയാണ്, എന്നും എൻ്റെ കൂടെ ഭാഗ്യമുണ്ട്. ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം അനുഭവിക്കുക. ശരീരം മുഴുവനും ആ ഒരു സന്തോഷം നിലനിൽക്കട്ടെ. മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരിക, ഉള്ളറിഞ്ഞ് ചിരിക്കുക. ആ ഒരു സന്തോഷം നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ മുഖത്തും ഓരോ പേശികളിലേക്കും കൊണ്ടുവരിക. മനസ്സിൽ പറയുക, ഡിയർ ലോട്ടറി. ആ ഒരു തുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. അതെ, എനിക്ക് ആ ഒരു തുക ലോട്ടറി അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സന്തോഷം, ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നു. കൈകൾ പരസ്പരം ഉരസുക. സന്തോഷത്തോടെ, ആനന്ദത്തോടെ ആ ഒരു ഭാഗ്യം നിങ്ങളെ കൂടെയുള്ളതായി സങ്കല്പിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക.
എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഓക്കെ, ജലജയാണ് പറഞ്ഞത്. കവിത സരിത, ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ ഇത്? ഈ ഒരു മെഡിറ്റേഷൻ ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഞാൻ നൽകിയതെന്ന് വെച്ചാൽ നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന ഒരു മെഡിറ്റേഷൻസ് ആണ്. അന്നേരം മെയിനായിട്ട് ഈ ഒരു ഫീലിംഗ് ബേസിക്കലി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫീലിംഗ് ആണ്. ഇപ്പം നിങ്ങൾ എഴുതി ഫീലിംഗ് ഇല്ല, കാര്യമില്ല. ഈ ഒരു ഫീലിങ്ങോട് കൂടെ സന്തോഷത്തോടെ, കാരണം പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഇമോഷൻസ് ആണ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു കാര്യം പറയുകയാണ്. 11-ാം തീയതിയല്ല, ഈ മാസത്തെ 13-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറേ പേരുടെ, അതായത് പങ്കെടുക്കുന്ന പലരുടെ ജീവിതത്തിലും കുറേ ട്രോമാസ് കാര്യങ്ങൾ നേടിയിട്ട് കുറേ ബ്ലോക്ക് നേടിയിരുന്നു. അവരുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലകളിലും വലിയ വലിയ മാറ്റങ്ങളാണ്. നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്ത സുജാർ മോഹൻ, അദ്ദേഹം കിടപ്പിലായിരുന്നു. അദ്ദേഹത്തിന് 7 ദിവസം കൊണ്ട് തന്നെ മാറ്റം ഉണ്ടായി. കുറേ മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കുറേ ബ്ലോക്കുകളുണ്ട്, ആഗ്രഹം നടക്കുന്നില്ല, പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സാണ് എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ വേറെ ചക്ര മാനിഫെസ്റ്റേഷൻ, റിലേഷൻഷിപ്പ് മാസ്റ്ററി, അങ്ങനെ കുറേ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എലൈൻമെൻറ്റ് മാസ്റ്ററിയാണ്. ഇപ്പോൾ 10ാമത്തെ ബാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ ബാച്ച് ഈ മാസം 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഷാമൻസ് യൂസ് ചെയ്ത കുറച്ച് മാനിഫെസ്റ്റേഷൻ ടൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓരോരോ ടെക്നിക്സുകൾ യൂസ് ചെയ്തിരുന്നു. ഇന്ന് ഒരു മാന്ത്രിക അല്ലെങ്കിൽ താന്ത്രിക വിദ്യകൾ, കുറച്ച് താന്ത്രിക വിദ്യകളുടെ കുറച്ച് ടെക്നിക്സ് നമ്മൾ ഈ ഒരു എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഒരു 4-5 ദിവസത്തെ ക്ലാസ്സിൽ ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ കുറച്ച് മാന്ത്രിക വിദ്യകളാണ്. പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിദ്ധ പാരമ്പര്യം യൂസ് ചെയ്ത കുറച്ച് ടൂൾസ്, സിമ്പിളായിട്ടുള്ള ടൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ അശ്വതിയോ അല്ലെങ്കിൽ നിഫാനിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ലൈഫിലെല്ലാം തന്നെ മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ലൈവ് പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് പോലും 150ഓളം മെമ്പേഴ്സ് പങ്കെടുത്തിരുന്നു. താങ്ക് യു സോ മച്ച്. സാറേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സാറേ, ചോദിച്ചോളൂ. അതെ, വെൽത്ത് മാഗ്നറ്റ് മേടിച്ചിരുന്നു. അപ്പോ എനിക്കത് ക്ലീസ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഫുൾ മൂൺ ഡേക്ക് വേണ്ടി ഞാൻ ഫുൾ മൂൺ ഡേയിൽ വേണമെന്നില്ല. അതെന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ, ബ്രോ എന്ത് ചെയ്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടുന്നതിന് മുന്നേ ഒന്ന് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് ഇട്ടോളൂ. ഫുൾ മൂൺ ഡേയിൽ വീണ്ടും ഒന്ന് ക്ലെൻസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. അതായത് ഫുൾ മൂൺ ഡേയിൽ നിങ്ങൾക്ക് എല്ലാ ക്രിസ്റ്റൽസും, ഇപ്പൊ എത്ര ക്രിസ്റ്റൽസ്, ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ 3 ക്രിസ്റ്റൽസ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഫുൾ മൂൺ ഡേയിൽ ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഓക്കെ. വെൽത്ത് മാഗ്നറ്റ് മണി മാനിഫെസ്റ്റേഷന് ഹെൽപ്പ് ആവില്ലേ? അതെ, ഹെൽപ്പ് ആവും 100% ഹെൽപ്പ് ആവും. ഇപ്പൊ ഇതിൽ GJIB അദ്ദേഹത്തിന് 3-4 അഡ്മിഷൻസ് അത് ഇട്ട സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ. പുതിയ ജോലി ഓപ്പർച്യൂണിറ്റിക്കും കൂടി പറ്റണതല്ലേ? ജോലി ഓപ്പർച്യൂണിറ്റി വെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തിനും പറ്റുന്നതാണ്. വെൽത്ത് ശ്രദ്ധിക്കുക, വെൽത്ത് റിലേറ്റ്, പണം വരുന്ന എന്തിനും പറ്റുന്നതാണ്. പഠനത്തിന് കാര്യങ്ങൾക്ക് ഇതല്ല. പഠന കാര്യങ്ങൾ വെൽത്ത് മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ബിസിനസ്, ജോലി, അതിൽ പണം വരുന്ന വഴികൾ തുറന്നു വന്നിരുന്നത്. ചിലപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ കുറി, ഇദ്ദേഹത്തിന് ആദ്യമായിട്ടാണ്, ഇദ്ദേഹം ഇപ്പോൾ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അദ്ദേഹം പറഞ്ഞ കാര്യമില്ലേ, കുറി ആദ്യമായിട്ടാണ് ഫസ്റ്റ് അടിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ അടുത്ത ബ്രേസ്ലെറ്റ് ഇറങ്ങുന്നത് വെച്ചാൽ ഈവിളായിക്ക് വേണ്ടി, കണ്ണേർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് ഓബ്സിഡിയൻ്റ് എന്ന് പറഞ്ഞ ക്രിസ്റ്റലാണ് നമ്മൾ ഇറക്കുന്നത്. അതിൻ്റെ ക്ലെൻസിങ് വേറെയാണ്, അതിൻ്റെ ഹീലിങ്ങും വേറെ തന്നെ, ഒരു പ്രൊട്ടക്ഷൻ മെഡിറ്റേഷൻസും, അതിൻ്റെ ഒരു ബൈനറി മ്യൂസിക് ആഡ് ചെയ്തിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നൽകിയിരിക്കുന്നത്. ഹെൽത്തിന് വേണ്ടിയുണ്ടോ? ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഹെൽത്ത് ആണ്. ഓരോന്നും ഒറ്റയടിക്ക് എല്ലാം ഇറക്കാതെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇപ്പം 3-ാമത്തെ ബ്രേസ്ലെറ്റ് ഇറങ്ങി, ഇനി അടുത്ത ആഴ്ച 4-ാമത്തെ ബ്രേസ്ലെറ്റ് ഇറക്കും. അടുത്തത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള അത് ഹീലിങ്ങും ക്ലെൻസിങ്ങും അത് വേറെ തന്നെയായിരിക്കും എന്നുള്ളതാണ്. പുതിയ ജോലിക്ക് വേണ്ടിയിട്ട്, ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി, ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടി ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഹീലേഴ്സ്, റേക്കി പ്രാണി ഹീലേഴ്സ്, അവർ ഡിസ്കസ് ചെയ്യാണ്. ഒരു 3-4 കൺസൾട്ടേഷൻ എടുത്തിട്ടാണ് അവർ ഡിസ്കസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ക്രിസ്റ്റൽസ് ഏതാണ് അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ
ഇങ്ങനെ അനൗൺസ് ചെയ്യാം. അതെന്തായാലും ബ്രോയ്ക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആക്കിയോ അറിയിക്കാം. ഗ്രൂപ്പിൽ എന്തായാലും. ഓക്കെ, താങ്ക്സ്. സാറേ ഞാൻ എന്റെ പേഴ്സിലാണ് വെക്കാറ് ബ്രേസ്ലെറ്റ്. അല്ല, ബ്രേസ്ലെറ്റ് പേഴ്സിൽ വെച്ചിട്ട് കാര്യമില്ല, ശ്രദ്ധിക്കുക. ശരീരത്തിൽ എപ്പോഴും വെക്കുക. പേഴ്സിൽ വെക്കാൻ ഇത് കാര്യങ്ങളല്ല, ശരീരത്തിൽ ടച്ച് ചെയ്ത് വെക്കണം. സാറ് കഴിഞ്ഞ ആഴ്ച ഫുൾ മൂൺ ഡേ പറഞ്ഞില്ലേ, അപ്പൊ അത് 2 ദിവസമാണ് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പൊ അത് ഇനിയിപ്പോ അടുത്ത ഫുൾ മൂൺ ഡേക്ക് അത് ഉള്ള ചെയ്തു വെച്ച കാര്യം കത്തിച്ച് കളഞ്ഞേക്കും. അത് ചെയ്തു. 3-ാമത്തെ ദിവസത്തിന് അന്നത്തെ ദിവസം പറ്റിയില്ല ചെയ്യാൻ. ഓക്കെ, അത് എന്തായാലും ചെയ്തു വെച്ച കാര്യം കത്തിച്ചേക്കും, പിന്നെ ചെയ്തോളൂ അടുത്ത ഫുൾ മൂൺ ഡേ. പിന്നെ ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ വീണ്ടും പറയണം, ഒരു ഡിസ്ക്ലൈമർ രീതിയിലാണ്. നിങ്ങൾക്ക് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ബിസിനസ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, മണി മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിയാണ്, പറ്റും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ജോലി ബിസിനസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ പറയാറുള്ളൂ. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് അവർ കോഴ്സ്, അവർ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ജോലി ബിസിനസ് ചെയ്യണം. അല്ലാതെ ഇപ്പം ലോട്ടറി മാനിഫെസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്, കുറേ പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും സന്തോഷം. നമ്മൾ നാളെ ഞായറാഴ്ച എപ്പോഴും ഫ്രീ ലൈവ് ഉണ്ടാവും. ഇന്നത്തെ ഹോപ്പ് ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് കുറേ പേര് അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ കാണാം. പിന്നെ അലൈൻമെന്റ് മാസ്റ്ററി നമ്മൾ എന്തായാലും ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന നാളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതെ, 14 ദിവസം ചെയ്യാം. 14 ദിവസം ചെയ്യാം. 14 ദിവസം രാത്രി എഴുതി വെക്കാം. രാത്രി കിടക്കും, കിടക്കുന്നതിന് മുന്നേ എഴുതി വെക്കുക. കേട്ടോ, എന്തായാലും സന്തോഷം. എല്ലാവർക്കും നല്ല മഴയാണ്. നമുക്ക് നാളെ കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും കാണാം. ബൈ. ശരി, താങ്ക് യു.